ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവജനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാനചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ 17-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 18 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ വായിക്കാം. ഇവിടെയും ആകാശത്ത് നിന്ന് കൽമഴ പുറപ്പെടുവിച്ച് മിസ്രയീമിലെ ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന ഒരു ബാധയുടെ വിവരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 18-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, മിസ്രയീം സ്ഥാപിതമായ നാൾ മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കൽമഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്യിക്കും. നോക്കുക, പറയുകയാണ് മിസ്രയീം സ്ഥാപിതമായി. എന്ന് മിസ്രയീം ഉടലെടുത്തുവോ, എന്ന് മിസ്രയീം ഒരു രാജ്യമായിട്ട് ഈ ഭൂമിയിൽ ആയിത്തീർന്നുവോ, നമുക്കറിയാം പുരാതന കാലത്തെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു സാമ്രാജ്യമായിരുന്നു മിസ്രയീമ്യ സാമ്രാജ്യം എന്ന് പറയുന്നത്. വളരെ പഴക്കമുള്ള സാമ്രാജ്യമാണ്. അപ്പോൾ ആ പഴക്കമുള്ള സാമ്രാജ്യത്തിൻ്റെ ആരംഭം മുതൽ അന്ന് വരെ മോശ ഈ കൽമഴ പെയ്യിക്കുന്നത് വരെ ഉണ്ടായിട്ടില്ലാത്ത അതിഭയങ്കരമായിരിക്കുന്ന അതികഠിനം, അവിടെ പറഞ്ഞിട്ടിരിക്കുന്ന അതികഠിനമായ കൽമഴ പെയ്ക്കും. ഇംഗ്ലീഷിൽ പറയുന്നത് ഭാരി ഭയങ്കര ഭാരമുള്ളതായ കൽമഴ പെയ്യിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അത് ദേഹത്ത് വീണ് കഴിഞ്ഞാൽ വളരെ വളരെ പ്രയാസങ്ങളുണ്ടാകും. താഴോട്ടുള്ളവരെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയുള്ളതായ എല്ലാ കൃഷികളെയും മരങ്ങളെയും പോലും നശിപ്പിച്ച് കളഞ്ഞു. അതുപോലെയുള്ളതായ ഭാരമുള്ള കൽമഴയാണ് അവിടെ പെയ്തുകൊണ്ട് ഇരുന്നത്. ദൈവത്തിൻ്റെ ശിക്ഷ അതിഭയങ്കരമാണ്. ദൈവം മനുഷ്യർക്ക് വീണ്ടും അവർ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ചാൻസ് കൊടുക്കും. എന്നാൽ അവർ ആ ചാൻസ് അവർ ഉപയോഗിക്കാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം കൂടി വീണ്ടും ദൈവത്തിൻ്റെ ശിക്ഷയുടെ ആ കാഠിന്യം, ആ തീവ്രത വർദ്ധിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, നാമും ഇതുപോലെ ഈ കാലത്ത്, പ്രത്യേകിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലുള്ളതായ വിശ്വാസികൾ എന്ന് പറയുന്നത് ലവോദിക്യ കാലഘട്ടത്തിലെ വിശ്വാസികളാണ്. വിശ്വാസം കുറവ്, സ്വന്തം ധനത്തിൽ, സ്വന്തം ആരോഗ്യത്തിൽ, സ്വന്തം ബിസിനസ്സിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം വേണ്ട, എനിക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നടന്ന് ദൈവത്തിനു വേണ്ടി സ്ഥാനവും മാനവും കൊടുക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ദൈവം ഇങ്ങനെയുള്ളതായ താക്കീതുകൾ, പല രീതിയിലുള്ളതായ ജീവിത പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസമാധാനം, സഭകളിൽ, ഭവനങ്ങളിൽ ഒക്കെ ദൈവം തന്ന് നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ചാൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം അത് സ്വീകരിക്കാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ തീവ്രത വർദ്ധിക്കും. അതുകൊണ്ട് വളരെ ഭയഭക്തിയോടുകൂടെ വേണം നാം ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുകയും, ദൈവവചനം ഇല്ലാതെ നാം പ്രവർത്തിക്കുകയും, ദൈവവചനത്തിന് അടിസ്ഥാനമില്ലാത്ത സഭാജീവിതം നടത്തുകയും, ദൈവവചനത്തിന് അടിസ്ഥാനമല്ലാത്തതായ സഭാ നേതൃത്വം നടത്തുകയും കുടുംബജീവിതം നടത്തുകയും ചെയ്യുന്ന ഓരോരോ വ്യക്തികളും ഇത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടിയ ഒരു സംഗതിയാണ്. മാത്രമല്ല പറയുന്നത്, നാളെ ഈ നേരത്ത് പെയ്യിക്കും. നാളെ ഈ നേരത്ത്, ഏത് സമയത്ത് മോശ ഫറവോനോട് സംസാരിക്കുന്നുവോ അതേ സെക്കൻഡിൽ, നാളെ അതേ സമയത്ത് തന്നെ കൽമഴ പെയ്യിക്കും. ദൈവത്തിന് മാത്രമേ ഇങ്ങനെ വളരെ നിഷ്കർഷമായിട്ട് കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റാർക്കും ഇങ്ങനെ നിഷ്കർഷതയോടുകൂടെ ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കും എന്ന് പറയുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല. നമുക്കറിയാം, ഇന്ന് ന്യൂസൊക്കെ നാം കേൾക്കുന്ന സമയത്ത് ഈ കാലാവസ്ഥ വിദഗ്ധരൊക്കെ പറയും, നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, സാധ്യതയില്ല, കാറ്റടിക്കുവാൻ, ചക്രവാളമൊക്കെ തിരിഞ്ഞു വരുന്നുണ്ട്, കാറ്റടിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ പലപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി നടക്കാറില്ല. അതിന് വിപരീതമായ കാലാവസ്ഥയായിരിക്കും അടുത്ത ദിവസം ഉണ്ടാകുന്നത്.
അതാണ് ലോകത്തിലെ ബുദ്ധി, അതാണ് ലോകത്തിൻ്റെ ജ്ഞാനം, അതാണ് ലോകത്തിൻ്റെ ടെക്നോളജി. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ടെക്നോളജിയും ദൈവത്തിൻ്റെ ബുദ്ധിയും എന്ത് ദൈവം പറയുന്നുവോ അത് അതേപോലെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മഹിമ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ മഹത്വം മിസ്രയീമിനെ കാണിക്കുവാൻ തക്കവണ്ണം, ലോകത്തെ കാണിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മാത്രമേ അടുത്ത കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കുവാനായിട്ടുള്ളതായ ഓരോരോ കാര്യങ്ങളും അക്കമിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാന് കാണിച്ചു കൊടുത്തു. അതിനിയും സംഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. അത് അതേപോലെ തന്നെ സംഭവിക്കും. ഏതാണ്ട് അനേക ഈ 20-21 നൂറ്റാണ്ടുകളിൽ പൂർത്തീകരിച്ച 100 കണക്കിന് ദൈവീക അരുളപ്പാടുകൾ, ദൈവീക പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതൊക്കെ ദൈവവചനം സത്യമാണെന്നുള്ളതിൻ്റെ ഒരു 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 ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവങ്ങൾ ഒക്കെ. ഇവിടെയും അതുപോലെ പറയുകയാണ്, നാളെ ഈ നേരത്ത് തന്നെ സംഭവിക്കും, ഈ നേരത്ത് തന്നെ സംഭവിക്കും. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്താം. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്തതായ അതികഠിനമായ വിപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സഭാജീവിതത്തിൽ വരാതിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് തന്നെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ, നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുവാൻ, നമ്മുടെ പാവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ നാം വീഴാതിരിപ്പാൻ തക്കവണ്ണം നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കാം. മാത്രമല്ല, നാളെയെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നമ്മുടെ കർത്താവ് നാളെ എന്ത് സംഭവിക്കും, അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം അതൊക്കെയും മുന്നമേ കണ്ടിരിക്കുന്ന ദൈവമാണ്. ഭാവിയെ ശരിയായ രീതിയിൽ അറിയാവുന്ന ദൈവം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ ക്രോധം നമ്മളുടെ മേൽ വരാതിരിപ്പാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ശാപം നമ്മളുടെ മേൽ വരാതിരിപ്പാൻ തക്കവണ്ണം വിശുദ്ധിയോടുകൂടെ, സത്യസന്ധതയോടുകൂടെ, താഴ്മയോടുകൂടെ, പശ്ചാത്താപത്തോടുകൂടെ ഉള്ള ഒരു ജീവിതം നയിപ്പാൻ, ഹൃദയത്തെ കഠിനപ്പെടുത്താതെ മൃദുലമായ ഹൃദയത്തോടെ നാം കർത്താവിനെ സ്നേഹിക്കുന്നവരായി ജീവിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.